പരുത്തിച്ചെടിയിൽ നിന്നാണ് ഇതിൻ്റെ പഞ്ഞി ഉണ്ടാകുന്നത്. പഞ്ഞിയാണ് സ്പിന്നിങ് മില്ലിൽ കൊടുത്ത് യാൺ നൂലായി വരുന്നത്. നൂലിനെ കൊണ്ടുവന്ന് നനച്ച് ആണ് ഇതാ ചുറ്റണത്. ഈ ചുറ്റി അതിനെതിരെ ഈ കുഴലിലടച്ചാണ് നെയ്യുന്നത്. ഇതിനെ പാവെന്ന് പറയും. ഇത് പാവ്, ഇത് ഊട്. പാവും ഊടും ചേരുമ്പോഴേ തുണിയാവും. മനസ്സിലായ? ഇതിന് ലേബർ വളരെ കുറവാണ്. പണ്ടിവിടെ കൈത്തറിയുടെ ഈറ്റില്ലമായിരുന്നു ബാലരാമപുരം. ഇപ്പോൾ കൈത്തറി ഇല്ല, നാമമായ കൈത്തറിയേ ഉള്ളൂ. ബോർഡിലുള്ളവർ എല്ലാ കടക്കാരും കൈത്തറി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കും, പക്ഷേ കൈത്തറി അല്ല. കൈത്തറി കൊണ്ട് അതിന് വില കൂടും. വാങ്ങാൻ പറഞ്ഞവർക്ക് ലാഭമല്ലേ നോക്കും. 1400 രൂപ കൊടുക്കുന്ന ഒരു ഡബിൾ വേസ്റ്റിക്ക് കൈത്തറി മുണ്ട് വേണമെങ്കിൽ അത് ഇപ്പോൾ അതേ സൈസ് മുണ്ട് പവർ ലൂമിൽ നിന്ന് 230 രൂപയ്ക്ക് വാങ്ങിക്കും. 230, 250. കൈത്തറി മുണ്ട് ലൂം വില തന്നെ 960 രൂപയാവും. ഒരു 40% കൂട്ടിയിടും. അങ്ങനെ 1400 രൂപ വില വരും. അങ്ങനെ വന്ന് ഇതിപ്പോൾ നിന്ന് ചിലവ് കുറഞ്ഞപ്പോൾ, ലേബർ കുറഞ്ഞപ്പോൾ തൊഴിലാളികളില്ല. വില കൂടിയപ്പോൾ ഇത് വാങ്ങാൻ ആളില്ല. അങ്ങനെ കൈത്തറി മേഖല അധപ്പതിച്ചു. ഇതാണ് സത്യം. എന്ത് പറഞ്ഞിരുന്നാലും ഗവൺമെൻറ് ഇവിടെ ഈ മേഖലയ്ക്ക്, കൈത്തറി മേഖലയ്ക്ക് ഒരുപാട് ധനസഹായം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. അതെല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ കൊണ്ടുപോകും. മനസ്സിലായി? അങ്ങനെ വന്നപ്പോൾ ഈ തൊഴിൽ തേഞ്ഞ് ഇനി അടുത്തൊരു വർഷം നീ വരുമ്പോൾ ഇതുപോലും കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അധപ്പതിച്ച് ഈ തൊഴിൽ. ഇതിനനുബന്ധിച്ചുള്ള താലിചുറ്റ്, പാവോട്ടം, പാക്കളം, അതൊക്കെ നിങ്ങൾ പോയി കാണേണ്ടതാണ്. കാണാതിരുന്നിട്ട് നമ്മൾ പറയാമെന്നുള്ളതേ ഉള്ളൂ. പാക്കളം എന്ന് പറയുന്നത് ഈ പാവ് പശ കൊടുത്ത് പരുവം ചെയ്തിട്ടാണ് പാക്കളം എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് വളരെ ദൂരം, അതായത് ഒരു അര കിലോമീറ്റർ, അതായത് ഒന്നും വേണ്ട, ഒരു 150 മീറ്ററെങ്കിലും ഉണ്ടാവും നീളം. മനസ്സിലായ? അവിടെ നൂത്ത് വിട്ടാണ് അത് ശരിയാക്കി എടുക്കുന്നത്. അതായത് 14 മുഴത്തിൽ 15 സാരി, അങ്ങനെയാണ് അതിൻ്റെ നീളം. 15 സാരി ആകുമ്പം 14, 7, 21, 210 മുഴം. 210 മുഴത്തിന് വന്നിട്ട് ഒരു 140 മീറ്ററെങ്കിലും കാണും എന്ന് തോന്നണം എനിക്ക്. ഇത് വന്ന് ഇപ്പോൾ തീർന്നു, തൊലഞ്ഞ് ആൾക്കാരില്ലാതായി. ജോലി ചെയ്താൽ ലേബറില്ല. മനസ്സിലായ? ചിലവ്, യഥാർത്ഥ സാധനത്തിന് ചിലവില്ല. യഥാർത്ഥ സാധനം വാങ്ങാൻ വന്നാൽ ചിലപ്പോൾ അത് കിട്ടാതെ പോകും. ഒറിജിനൽ കൈത്തറി മുണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ മുണ്ടില്ലാതെ വരും. ചെയ്യാനാളില്ല, ചെയ്ത് വച്ചിരുന്നാലേ അത് കിട്ടും. ചെയ്തെല്ലാവരും മുതൽ മുടക്കി വയ്ക്കാൻ മടിക്കും. ഒരു വേസ്റ്റിക്ക് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ച് വയ്ക്കാം, 4 വേസ്റ്റ് വാങ്ങിച്ച് വയ്ക്കാം 250 രൂപയ്ക്കുള്ള. അപ്പോൾ 4 വയ്ക്കാൻ പാവന് ഇതിനേക്കാൾ ലാഭവും കിട്ടും. ബിസിനസ്സുകാരെ അതൊക്കെ ഇല്ലേ നോക്കൂ. കസവ് ഇതാണ് കസവ്. ഇതല്ല, അങ്ങേരിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു റീലാണ്. ഇത് പീവറല്ല, ഓഫേനാണ്. ഇതിൻ്റെ വില 200 രൂപ. അത് പീവറാണെങ്കിൽ 2500 രൂപ. പീവർ കസവിലെന്ന് പറഞ്ഞാൽ പട്ടുനൂലിൽ വെള്ളി വൈൻഡ് ചെയ്ത് സ്വർണ്ണ കിൽറ്റ്. ഇതങ്ങനെയല്ല, പട്ടുനൂല് തന്നെ. ഇത് പോളിസ്റ്റർ പട്ടാണ്. ഇതിൽ ചെമ്പ എന്തോ ആണ് കോട്ട് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതായിരുന്നാലും ഒരു 8-10 വർഷം നമ്മൾ ഉപയോഗിക്കും പോലെ ഇരിക്കും. കറക്കൊന്നുമില്ല. 8-10 വർഷം വരെ നിൽക്കും. അത് കഴിഞ്ഞാലേ കറക്കും. തുണി കയറിയാൽ കറക്കും. അത് പോയിട്ട് കറക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരെ ബീച്ചിലൊന്ന് പെയ്യാൽ മതി. ആ കാറ്റടി കൊണ്ടാൽ മതി, കറക്കും. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം അവർ ചെയ്തേക്കുന്നത്. അത് ഇവിടെ ഇല്ല, സൂറത്താണ്. ഇവിടുത്തെ ക്ലൈമറ്റിന് ഇതൊന്നും ശരിയാവില്ല. സൂറത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ്. എന്തായാലും ഇത് സൂറത്തിൽ നിന്നാണ് പറയുന്നത്. ബാക്കി ഇവിടെ ഒന്നുമില്ല ഇതിൻ്റെ മെത്തേഡ്. 10, 12. പക്ഷേ ഡിസൈൻ സാരി ആണെങ്കിൽ കൂടും.
ഈ സാരി ഞാൻ അന്ന് 5 ദിവസം കൊണ്ടും ചെയ്തിട്ടുണ്ട്, അന്ന് നല്ല സമയത്ത്. ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ വരുമ്പോൾ 7 ദിവസം 8 ദിവസമൊക്കെ ആയിപ്പോയി, 8-10 ദിവസമൊക്കെ ആകും. 200 രൂപയ്ക്ക് താഴെ കിട്ടിയാൽ മതിയിരുന്നു ഒരു മനോഭാവം. ഈ കറിയുടെ ബ്രേക്ക് എന്ന് പറയുന്ന മുളക് ഇത് കയറാണ്. ഈ കയറാണ് കറിയുടെ ബ്രേക്ക്.